ആറ്റ്ലസ് ഫാഷൻ, മിനർവാപ്പടി, നിലമ്പൂർ. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ, മലപ്പുറം. ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യവുമായി നിലമ്പൂരിൽ യൂത്ത് കോൺഗ്രസ് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. നിലമ്പൂർ TB പരിസരത്ത് തുടങ്ങിയ മാർച്ച് ടൗണിൽ സമാപിച്ചു. തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത്. നൈറ്റ് മാർച്ച് ആര്യാടൻ ഷൗക്കത്ത് MLA ഉദ്ഘാടനം ചെയ്തു. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത് എവിടെയാ? സംഘപരിവാരത്തിന്റെ കൂടാരത്തിൽ നിന്ന് അവർ ഈ ചോദ്യങ്ങൾ വിൽക്കുന്നു, കോടികൾ ഉണ്ടാക്കുന്നു. നമ്മുടെ കുട്ടികൾ പഠിക്കാൻ എത്ര കഷ്ടപ്പെട്ടാണ് കുട്ടികൾ ഇരുന്ന് പഠിക്കുന്നത്. +2 പരീക്ഷ എഴുതുമ്പോഴേ കോച്ചിങ്ങിന് പോകും, അന്ന് എഴുതും. അത് കഴിഞ്ഞ് വീണ്ടും റിപ്പീറ്റ് നടത്തും, അത് കഴിഞ്ഞിട്ട് റിപ്പീറ്റ് നടത്തും. എന്നിട്ടും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എഴുതിയാൽ അതിന്റെ 2%, 1.5% വിദ്യാർത്ഥികളാണ് പാസ്സാവുന്നത് പോലും. നിങ്ങൾ ആലോചിക്കണം. അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതുന്ന നമ്മുടെ വിദ്യാർത്ഥികളെ മുഴുവൻ അവിടെ ഭാവി അവതാളത്തിലാക്കുക മാത്രമല്ല, എത്രയോ കുട്ടികൾ ആത്മഹത്യ ചെയ്തു. അതിന് കാരണക്കാരനായ ഈ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതിനെതിരെ കൊഞ്ഞനം പറ്റുക. എന്നിട്ട് തിരുവനന്തപുരത്തെ BJP-ക്കാർ കോൺഗ്രസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത് നിങ്ങളത് ആലോചിച്ചു. ഇതൊക്കെ ചെയ്തിട്ടും രാജിവെക്കാതെ, നാണമില്ലാതെ ഇന്ന് കസേരയിൽ പിടിച്ചിരിക്കുന്ന ഈ BJP, ആ BJP-ക്കാരൻ KPCC ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്ന കാഴ്ചയാണ് 2 ദിവസം മുമ്പ് നമ്മൾ. യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പറ്റമൽ അധ്യക്ഷത വഹിച്ചു. നീറ്റ് CBSE പരീക്ഷകളിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് CJP ഡൽഹിയിൽ നടത്തിവരുന്ന സമരത്തിന് പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം നടത്തിവരുന്ന ശക്തമായ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് യൂത്ത് കോൺഗ്രസ് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത്. കോൺഗ്രസ് മുനിസിപ്പൽ പ്രസിഡന്റ് ഷെറി ജോർജ്, PT ചെറിയാൻ, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ പ്രവീഷ് അമരമ്പലം, അജ്മൽ സൈഫു, മുഹസിൻ എനാന്തി, റിയാസ് എടക്കര, ഫൈസൽ മെസ്സി, അർജുൻ, സമീർ പൂക്കോട്ടുംപാടം തുടങ്ങിയവർ സംസാരിച്ചു. A+ വിഷൻ, നിലമ്പൂർ. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.